പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, റോമർ 8:28. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇവിടെ ദൈവത്തെ സ്നേഹിക്കുന്നവർ, ദൈവം സ്നേഹിക്കുന്നവരല്ല, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ആ ദൈവസ്നേഹത്തെ അറിഞ്ഞ് ആ സ്നേഹത്തെ ഉള്ളിലാക്കിയവർ ദൈവത്തെ സ്നേഹിക്കും. അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരു നിർണയപ്രകാരം എന്ന് പറഞ്ഞാൽ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ. അപ്പം സെർട്ടേണിറ്റി, ആ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എന്തുണ്ട്? ഒരു ക്ലാരിറ്റി. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഒരു നിർണയമുണ്ട്, ഒരു ക്ലാരിറ്റി ഉണ്ട്. വാസ്തവത്തിൽ ഈ ക്ലാരിറ്റി എന്ന് പറയുന്ന കാര്യം വ്യക്തത, അതായത് സെർട്ടണിറ്റി എന്ന് പറഞ്ഞാൽ ദർ ഈസ് നോ അൺസെർട്ടണിറ്റി എന്ന് പറഞ്ഞാൽ അനിശ്ചിതത്വമില്ല, നിശ്ചയമാണ് കാര്യം. വചനമേനെ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമെന്നാണ് ദൈവവചനത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ക്ലാരിറ്റി എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് വേർഡ് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ക്ലാരസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. അത് ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ക്ലിയർ എന്നാണ്, ശുദ്ധമായത്, വ്യക്തമായത്, ശുദ്ധമായത്, ബ്രൈറ്റായത്. അപ്പോൾ ക്ലാരിറ്റി ഈസ് ഡിറൈവ്ഡ് ഫ്രം എ സെർട്ടണിറ്റി, നിശ്ചയത്തിൽ നിന്നാണ് എന്ത് വരുന്നത്? ക്ലാരിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളിൽ നിശ്ചയം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നിശ്ചയം എന്ന വാക്ക് മറ്റിടത്ത് ഞാൻ പിന്നെ പറയാം. നിശ്ചയം, തീർച്ച, ഉറപ്പ്, പ്രോമിസ്, ഇതൊക്കെ ക്ലാരിറ്റി അല്ലെങ്കിൽ നിശ്ചയം, തീർച്ച, ഇതൊക്കെ പ്രോമിസ്, ഇതെല്ലാം സത്യം, ഇതെല്ലാം ഒരു വാക്കിൻ്റെ ഡെഫിനിഷനിലേക്ക് മാറുകയാണ്. അപ്പോൾ ക്ലാരിറ്റി ഡിറൈവ്ഡ് ഫ്രം സെർട്ടണിറ്റി, നിശ്ചയത്തിൽ നിന്ന്. അപ്പം നിശ്ചയം എവിടെ നിന്നുണ്ട്? ദൈവത്തിൻ്റെ നിശ്ചയമാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ അഷുറൻസ് ആണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കും, ഒരു വ്യക്തത ഉണ്ടായിരിക്കും, ഒരു തീർച്ച ഉണ്ടായിരിക്കും. അപ്പം ഈ ക്ലാരിറ്റി ഈസ് ഡിറൈവ്ഡ് ഫ്രം സെർട്ടണിറ്റി, നിശ്ചയത്തിൽ നിന്നാണ്. അപ്പോൾ എല്ലാത്തിലും ഒരു വ്യക്തത ഉണ്ടാകുന്നത് സെർട്ടണിറ്റി, അതായത് പരിശുദ്ധാത്മാവിലൂടെയാണ് നമുക്ക് വ്യക്തത ഉണ്ടാകുന്നത്. ആൻഡ് സെർട്ടണിറ്റി ഈസ് ഡിറൈവ്ഡ് ഫ്രം ഹാർട്ട് ബിലീവിങ് സിസ്റ്റം ആൻഡ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയൂ? രക്ഷ ലഭിക്കുന്നത് തന്നെ വിശ്വസിക്കുകയും ഹൃദയം കൊണ്ട് അതാണ് ഹാർട്ട് ബിലീവിങ് സിസ്റ്റം. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെടുന്നവർക്കുള്ള ഒരു നിശ്ചയമായ ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ്. അതായത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സെർട്ടേണിറ്റി ഉണ്ടാവും. സെർട്ടേണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ക്ലാരിറ്റിയാണ്. ഇനി ഈ സെർട്ടേണിറ്റി എങ്ങനെ ഉണ്ടായി? ക്ലാരിറ്റിയുടെ ഡെഫിനിഷൻ തന്നെ ഡിക്ലെയർ എന്നാണ്. ഈ റൂട്ട് വേർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ക്ലാരിറ്റിയുടെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് വിച്ച് ക്ലിയർനെസ് ആൻഡ് ഓർ ബ്രൈറ്റ്നെസ് വിച്ച് ആർ ഷെയർഡ് വിത്ത് വേർഡ് ലൈക്ക് ക്ലാരിറ്റി, ഡിക്ലെയർ ആൻഡ് ക്ലാരിനെറ്റ്. അപ്പം ഡിക്ലെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ദൈവവചനത്തെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന വചനത്തെ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്കൊരു അഷുറൻസ് ലഭിക്കും, സെർട്ടണിറ്റി ലഭിക്കും, ഉറപ്പ് ലഭിക്കും, പ്രോമിസ് ലഭിക്കും. ഇപ്പോൾ ദൈവം അബ്രഹാമിന് കൊടുത്ത ഒരു ഉറപ്പ് എന്തായിരുന്നു? നീ ബഹുജാതികൾക്ക് പിതാവാകും. അത് ദൈവം ഡിക്ലെയർ ചെയ്ത ഒരു സെർട്ടണിറ്റിയാണ്, ഒരു ഡിക്ലറേഷനാണ്. ദൈവത്തിൻ്റെ ഒരു ഡിക്ലറേഷനാണ്, ഒരു പ്രഖ്യാപനമാണ്. ഇതുപോലെ നമ്മുടെ സാഹചര്യത്തിൽ ചുരുങ്ങിപ്പോകാതെ നമ്മുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ബിലീവ് ചെയ്തുകൊണ്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഡിക്ലൈൻ ചെയ്യാൻ കഴിയുകയില്ല. വിശ്വാസത്തിൽ നിന്നുള്ള ഡിക്ലറേഷനെ ഡിക്ലൈൻ ചെയ്യാൻ
ആർക്കും കഴിയില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, ഈ മലയോട് നോക്കിയിട്ട് നീ ഡിക്ലെയർ ചെയ്താൽ, വിശ്വസിച്ചുകൊണ്ട് ഡിക്ലെയർ ചെയ്താൽ അത് നിരസിക്കപ്പെടില്ല. അത് അസാധ്യമാണ്. അതിൻ്റെ അകത്തുള്ള അസാധ്യതകളെയല്ല, അതിൻ്റെ അകത്ത് ഒരു സാധ്യത വെളിപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ എബിലിറ്റി അവിടെ വെളിപ്പെടാൻ തുടങ്ങും. ദൈവത്തിൻ്റെ കഴിവ് അവിടെ, നമ്മുടെ കഴിവല്ല, നമ്മുടെ അസാധ്യതയെ നോക്കി നമ്മൾ പറയുമ്പോൾ നമ്മളല്ല, കഴിവല്ല അവിടെ വെളിപ്പെടുക. ദൈവവചനത്തിൻ്റെ എബിലിറ്റി, ദൈവവചനത്തിൻ്റെ പവർ വെളിപ്പെടും, ദൈവവചനത്തിൻ്റെ ശക്തി വെളിപ്പെടും. ആ ശക്തിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇമ്പോസിബിളായ കാര്യങ്ങളെ പോസിബിളാക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലുള്ള വിശ്വാസവും ഹാർട്ട് ബിലീവിങ് സിസ്റ്റത്തിൽ നിന്നുകൊണ്ടുള്ള ക്ലാരിറ്റി വന്നിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് സെർട്ടണിറ്റി ആവും. സെർട്ടണിറ്റി ഡിറൈവ്ഡ് ഫ്രം ഡിക്ലറേഷൻ എന്നാണ്. അപ്പോൾ ഹാർട്ട് ബിലീവിങ് സിസ്റ്റത്തിനനുസരിച്ച് ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് സാധ്യമാകും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ സാഹചര്യത്തിൽ, ഏത് സാഹചര്യമായിക്കോട്ടെ, ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട്, സാഹചര്യത്തിൻ്റെ മേൽ നിന്നുകൊണ്ട്, സാഹചര്യത്തിന് കീഴ്പ്പെട്ടു നിന്നുകൊണ്ടല്ല, സാഹചര്യത്തിൻ്റെ മേൽ നിന്നുകൊണ്ട് വിശ്വാസത്തോടെ ഡിക്ലെയർ ചെയ്യുമ്പോൾ, എന്ത് ഡിക്ലെയർ ചെയ്യുമ്പോൾ? വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനത്തെ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിനെ ഡിക്ലൈൻ ചെയ്യുകയല്ല ചെയ്യുന്നത്, അതവിടെ സാധ്യമാക്കപ്പെടും. കാരണം അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ വചനം, അതായത് ദൈവം തന്നെ ഒരു വ്യക്തി അവിടെ വെളിപ്പെട്ട് വരും. ശക്തിയുള്ള വ്യക്തി, ആ പ്രതിസന്ധി, ആ പ്രശ്നത്തിൻ്റെ നേരെ ശക്തിയുള്ളൊരു വ്യക്തി, അതായത് പരിശുദ്ധാത്മാവ്, യേശു, പിതാവ്, ദൈവം വീരനായ ദൈവം വെളിപ്പെടുക. അതാണ് പടകിൽ സംഭവിച്ചത്. വീരനാൻ ദൈവം. അപ്പോസ്തലന്മാരും യേശുവും കൂടി യാത്ര ചെയ്യുമ്പോൾ പടക് ഉലഞ്ഞ് മുങ്ങുമെന്ന് തോന്നിയപ്പോൾ യേശുവിനെ വിളിച്ചപ്പോൾ അവിടെ വെളിപ്പെട്ടത് വീരനായ ദൈവമാണ്. അപ്പോൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ വെളിപ്പെടുന്ന ആ ശക്തി, വ്യക്തിയും ശക്തിയും കൂടി ചേർന്നത് ആ സാഹചര്യത്തെ മാറ്റി മറിക്കുന്നു. അതായത് സാധ്യമാക്കുന്നു, അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഡിക്ലറേഷൻ സംഭവിക്കുക. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ദൈവവചനത്തെ ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരും. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, അവരായിരിക്കുന്ന ഏത് സാഹചര്യങ്ങളെയും അതിജീവിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ രക്തത്താൽ അവർക്ക് ജയമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി വരുമ്പോൾ വലിയ കൊള്ള കിട്ടിയവരായി, ഹല്ലേലൂയ, അവർ കർത്താവെ സാക്ഷികളായി തീരുവാനിടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. സർവ്വമാനവും മഹത്വവും എല്ലാ പുകഴ്ചയും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു.